BJP നേതാവ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ സംസ്ഥാന നേതാവ് VV രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ VV രാജേഷ്, ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്ന് അവിടുത്തെ തിരുമല കൗൺസിലർ കൂടിയായിട്ടുള്ള K. അനിൽകുമാർ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ സഹപ്രവർത്തകന് സംഭവിച്ചത് എന്നറിയാം? അല്ല, അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ബാങ്ക് സഹകരണ സംഘം ഉണ്ട്, അറിയാം, ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ചെറുകിട സ്ഥാപനമാണ്. അപ്പോൾ അതിൽ FD കൂടുതൽ ഇദ്ദേഹത്തിന്റെ കെയർ ഓഫിനാണ് വന്നിട്ടുള്ളത്. പക്ഷേ ആൾക്കാരെല്ലാം 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ലോൺ എടുക്കുന്ന ആവേശത്തിൽ തിരിച്ചടയ്ക്കൂല. അപ്പൊ FD തിരിച്ചു കൊടുക്കാൻ സമയമായപ്പോൾ പലപ്പോഴും സമ്മർദ്ദത്തിന് പെട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് ദിവസമായിട്ട് കുറച്ച് പ്രതിസന്ധിയിലായിരുന്നു മാനസികമായിട്ട്. പരമാവധി പറ്റുന്ന തരത്തിലൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. പക്ഷെ ആർക്കും ലക്ഷക്കണക്കിന് രൂപ തിരിച്ചടിക്കാമെന്ന് എടുത്തവരടങ്ങിയിട്ടുണ്ട്. പ്രശ്നമാണ്, ആ ഒരു മാനസിക സമ്മർദ്ദത്തിനുണ്ടായിരുന്നു. ശ്രീ VV രാജേഷ്, ഇപ്പോൾ CPIM ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. അല്പസമയം മുമ്പ് വിജോയ് MLA ആണ് ഞങ്ങൾ ന്യൂസ് മലയാളത്തിലൂടെ ആരോപണം ഉന്നയിച്ചത്. അവിടെ BJP കൗൺസിലർമാർ വ്യാപകമായി ഈ വിധത്തിൽ ക്രമക്കേടുകൾ കാണിക്കുന്നുണ്ട്. ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരുപാട് ലോണുകൾ എടുത്തിട്ടുള്ളത് BJPയുടെ നേതാക്കളാണ്. അത് അവസാനം ഈ അനിൽകുമാറിന്റെ തലയിൽ വരികയാണ്. അതാണത് ആ വിധത്തിലുള്ള ഒരു കാരണമായിരിക്കാം എന്നൊരു ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അല്ല ഈ ജോയിയോട് അല്പം കൂടി കോമൺ സെൻസോടെ സംസാരിക്കാൻ പറ്റും. ഒരാള് മരണപ്പെട്ട് മണിക്കൂറുകൾ മുമ്പ് അദ്ദേഹത്തിന്റെ മൃതശരീരം പോലും ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഈ തോന്നിയാസം വിളിച്ച് പറഞ്ഞിട്ട് അവര് പാർട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറഞ്ഞു. ആത്മഹത്യ ചെയ്ത് ഇങ്ങനെയാണോ വിളിച്ചു പറയുന്നത്? ലോണ് ആൾക്കാരെടുത്ത് BJP നേതാക്കന്മാരെല്ലാം കൂടി ഇവിടെ നിന്ന് ലോൺ എടുത്താണ്. ഇങ്ങനെ ഇവരൊക്കെ എടുത്തൊന്നും മറുപടി പറയാൻ ഞാനില്ല. ഒരാൾ മരണപ്പെട്ടിരിക്കുകയെന്ന് പറയും, എവിടെയെങ്കിലും മാന്യതയോടെ പൊതുപ്രവർത്തനം നടത്താൻ പറയും അദ്ദേഹത്തോട്. ശ്രീ VV രാജേഷ്, ഒരു കാര്യം കൂടി വ്യക്തതയ്ക്ക് വേണ്ടി മാത്രമാണ്. ഞാൻ അത് മറുപടി പറയേണ്ട സ്ഥലത്തല്ല ഞാൻ നിൽക്കുന്നത്. ഇല്ല, ഓക്കെ, അത് വ്യക്തമാണ്. ഒരൊറ്റ കാര്യം കൂടി ചോദിക്കുകയാണ്. ഒരു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകൻ, ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി, അതേപോലെ തന്നെ BJPയുടെ തിരുവനന്തപുരം ജില്ലയിലെ സജീവമായ മുഖങ്ങളിൽ ഒരാളാണല്ലോ മരിച്ചിട്ടുള്ളത്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം തന്നെ BJP അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ടോ? 2 ദിവസം മുമ്പ് നമ്മുടെ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം ജില്ലാ ജനറൽ സെക്രട്ടറി ഗിരികുമാർ അദ്ദേഹവുമായി പോയി FD മെച്ചുറായ ഒരാളുടെ വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് 2-3 ആഴ്ചക്കകം പരമാവധി പരിഹരിക്കാൻ റിക്കവറി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് ഇടപെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലൊക്കെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ലോൺ എടുത്ത് അടയ്ക്കാത്തവരെ കൊണ്ട് പരമാവധി സമ്മർദ്ദം ചെലുത്തി പെട്ടെന്ന് അടപ്പിക്കാം. അല്ലാതെ ഇപ്പോൾ ലക്ഷക്കണക്കിന് രൂപ എല്ലാവരും പാവപ്പെട്ട സാധാരണക്കാരായ പ്രവർത്തകരല്ലേ, ലോൺ എടുത്തുകൊണ്ട് പോയവർ തന്നെ തിരിച്ചടയ്ക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി സഹായിക്കാമെന്നുള്ള കാര്യം ചെയ്യാൻ പറ്റുന്ന മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു. അത് അദ്ദേഹത്തിനും അറിയാമല്ലോ. ശ്രീ VV രാജേഷ്, അപ്പോഴും ഒരു ചോദ്യം ബാക്കി നിൽക്കുന്നത്, അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറയപ്പെടുന്ന കുറിപ്പിൽ പാർട്ടിക്കെതിരെ ഒരു പരാമർശമുണ്ട് എന്ന സൂചനകളുണ്ട്. അതൊക്കെ ഈ ജോയിയെ പോലുള്ള ആൾക്കാർ പറയും, ഇങ്ങനെ വിവരക്കേട് സംസാരിക്കരുതെന്ന് പറയണേ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോലീസുമായിട്ട് സംസാരിക്കും. നിങ്ങൾ പോലീസുമായിട്ട് സംസാരിച്ചിട്ട് അത് എന്തിനാ ഇതിലൊക്കെ ഇങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ നടക്കുന്നത്? ബാങ്കുകൾ അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഭീകരമാണ്. ലോൺ എടുത്തവരാരും തിരിച്ചടയ്ക്കുന്നില്ല. സഹകരണ സ്ഥാപനങ്ങൾ പലതും പ്രതിസന്ധിയിലാണ്. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം നടന്നു. അപ്പോ എന്തിനാണ് അതിൽ രാഷ്ട്രീയ പാർട്ടിയെ വലിച്ചടിക്കുകയും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആത്മഹത്യാക്കുറിപ്പ്? ഒരാൾ മരണപ്പെട്ട് മുകളിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കരുതേ. ഇനി ആ കുറിപ്പ് അങ്ങനെ നിങ്ങൾ പോലീസിന്റെ വാങ്ങിച്ച ആ കുറിപ്പ് ജനങ്ങളെ കാണിക്കും. ഞാൻ പോലീസുമായിട്ട് സംസാരിച്ച ആളാണ്. ശരി, VV രാജേഷ് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തോട് പ്രതികരിച്ചിട്ടുള്ളത്.